കടമെടുപ്പ് പരിധി കൂട്ടാൻ സുപ്രീം കോടതിയിൽ പോയ സംസ്ഥാന സർക്കാർ കേസിന്റെ പേരിൽ ഇപ്പോൾ ചെലവഴിക്കുന്നത് ലക്ഷങ്ങളാണ്. സർക്കാരിനായി കേസ് വാദിച്ച കപിൽ സിബലിന് വീണ്ടും 15,50,000 രൂപ സർക്കാർ അനുവദിച്ചു. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. നേരത്തെ 25 ലക്ഷം രൂപ കപിൽ സിബലിനായി അനുവദിച്ചിരുന്നു. ജനം ബ്രേക്കിംഗ്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും ധൂർത്തും തിരിച്ചടിയായതോടെയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി പൂർണ്ണമായും അംഗീകരിച്ചില്ല. കേന്ദ്രം അനുവദിച്ച 13,068 കോടിയിൽ കൂടുതൽ കടമെടുക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതോടെ സർക്കാർ വെട്ടിലായി. കേരളത്തിന്റെ കണക്കുകളിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല, ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ സുപ്രീം കോടതി അംഗീകരിച്ചതും സർക്കാരിന് തിരിച്ചടിയായി. ഇതിനിടെയാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സുപ്രീം കോടതിയെ സമീപിച്ച സർക്കാർ കേസിന്റെ പേരിലും ഇപ്പോൾ ലക്ഷങ്ങൾ മുടക്കുന്നത്. കേരളത്തിനായി കേസ് വാദിച്ച കപിൽ സിബലിന് വീണ്ടും 15,50,000 രൂപ സർക്കാർ അനുവദിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹാജരായതിന്റെ തുകയാണ് അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ 75 ലക്ഷം രൂപ സർക്കാർ കപിൽ സിബലിനായി അനുവദിച്ചിരുന്നു. കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും എതിർത്തതാണ്. അതും മറികടന്നു പോയി പുലിവാലി പിടിച്ചാണ് ഇപ്പോൾ കേസ് വാദിച്ചതിന് ലക്ഷങ്ങൾ ഖജനാവിൽ നിന്ന് സർക്കാർ ചെലവഴിക്കുന്നത്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.